നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം വീണ്ടും രാഹുലിന്റെ പഴയ ആവേശത്തിലേക്ക്, പഴയ ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഫോമിലേക്ക് എത്തുമ്പോൾ ജനങ്ങളെല്ലാം രാഹുലിനോടൊപ്പമാണ് എന്ന് പല പോസ്റ്റുകൾ നോക്കുമ്പോഴും പല കമന്റുകൾ വായിക്കുമ്പോഴും മനസ്സിലാവുകയാണ്. രാഹുലിനെ ചൊറിയാൻ വന്നവരൊക്കെ തന്നെ സ്വന്തമായി പാതാളക്കുഴി കുഴിച്ച് അതിനകത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നുമുണ്ട്. ഏറ്റവും ഒടുവിലിതാ ആ വരിയിൽ ഷഹനാസാണ് നിൽക്കുന്നത്. കോൺഗ്രസ് നേതാവ് എം.എ. ഷഹനാസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ രാഹുലിനെ പരിഹസിച്ചുകൊണ്ട് ഷഹനാസ് ഇപ്പോഴിതാ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ മോശക്കാരനാക്കി ചിത്രീകരിച്ചു എന്ന് കാണിച്ചാണ് രാഹുൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഷഹനാസിന്റെ പരാമർശങ്ങൾ തനിക്ക് മാനനഷ്ടം ഉണ്ടാക്കിയെന്നും 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുൽ വക്കീൽ നോട്ടീസ് അയച്ചത്. എം.എ. ഷഹനാസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ലെന്നും 100 പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ടെന്നും നഷ്ടപരിഹാര തുക ഇതിനായി ചിലവഴിക്കുമെന്നും രാഹുൽ വക്കീൽ നോട്ടീസിന് പറയുന്നുണ്ട്. ഫെബ്രുവരി 3-നാണ് ഷഹനാസ് വാർത്താ സമ്മേളനം നടത്തിയത്. ഷഹനാസ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഉപയോഗിച്ച വാക്കുകളും പദങ്ങളും ഒക്കെ തന്നെ ഒരു എംഎൽഎയോട് പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ എംഎൽഎ എന്ന നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഉപമിക്കാൻ കഴിയുന്ന ഒരു വാക്കേ ആയിരുന്നില്ല. വളരെ സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, ലൈംഗിക പരമായി വളരെ ഒരു മൃഗീയമായി പെരുമാറുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ തന്നെ പൈസ വാങ്ങിച്ച് രാഹുലിനെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് പകരം രാഹുലിനെ നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യൂ എന്ന് പറയണമായിരുന്നു ഈ ഹാഷ്മി അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മാത്രമല്ല ഷാഫി പറമ്പിലിനെതിരെയും രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ ആദ്യം ഉന്നയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അതിലേക്കൊന്നും കടന്നിരുന്നില്ല. രാഹുലിന്റെ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു തനിക്ക് ഏറ്റവും കൂടുതൽ വേദനയുണ്ടായിരുന്നത് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ഈ ഷഹനാസ്, എനിക്കറിയാവുന്ന ഷഹനാസ്, എനിക്ക് കൂടുതലായി വ്യക്തമായി അറിയാവുന്ന ഷഹനാസ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഞാൻ യൂത്ത് കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പാലക്കാട് എംഎൽഎ ആയപ്പോൾ അഭിനന്ദിച്ച ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല ഷഹനാസിന് കൂടി പരിചയമുള്ള അല്ലെങ്കിൽ ഷഹനാസിന് കൂടി സ്പോൺസർഷിപ്പ് ഉള്ള ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി അങ്ങനെയുള്ള എന്നെ കുറിച്ചിട്ടാണ് ഷഹനാസ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഷഹനാസ് ഉന്നയിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ചാനലിൽ നൽകിയ അഭിമുഖം പണം നൽകിയാണ് നടത്തിയത് എന്നും ഷഹനാസ് ആരോപിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിമുഖം വന്നതിന് പിന്നാലെയായിരുന്നു ഷഹനാസിന്റെ വാർത്താ സമ്മേളനം. രാഹുൽ ലൈംഗിക വൈകൃതമുള്ള ആളാണെന്നും കോഴിയാണ് എന്ന് പണ്ടേ അറിയാമായിരുന്നു എന്നും തുടങ്ങിയ പദങ്ങളാണ് ഷഹനാസ് ഉപയോഗിച്ചത്. രാഹുലിനെ പരസ്യ സംവാദത്തിനും ഷഹനാസ് വെല്ലുവിളിച്ചിരുന്നു. ചാനലിന് പണം നൽകിയാണ് ഇന്റർവ്യൂ നൽകിയത്. ഇന്റർവ്യൂവിൽ അവതാരകൻ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. രാഹുലിനെ വെളുപ്പിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു സ്ത്രീ പീഡകനാണ് ഇന്നലെ കേട്ടത്. കുറെ സമയം എടുത്തുണ്ടാക്കിയ ചോദ്യങ്ങളാണ് രാഹുൽ ഇന്നലെ ചോദിച്ചത്. രാഹുലിന് ധൈര്യമുണ്ടോ എന്റെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ? രാഹുലിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ ഞാൻ തയ്യാറാണെന്നും ഷഹനാസ് അന്ന് പറഞ്ഞിരുന്നു. ഇത് പറഞ്ഞ മണിക്കൂറുകൾക്കകമാണ് ഷഹനാസിന് വക്കീൽ നോട്ടീസ് അയച്ച് രാഹുൽ മാങ്കൂട്ടം രംഗത്ത് വരുന്നത്. എന്തായാലും 10 കോടി രൂപയാണ് ഷഹനാസിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഷഹനാസ് ഒരു കുറിപ്പും അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടിരുന്നു. ഈ ബബിൾസ് ഊതി കളിക്കുന്ന, കുമിളകൾ ഊതി കളിക്കുന്ന ഷഹനാസിന്റെ വീഡിയോയാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എണ്ണിക്കൊണ്ടിരിക്കുന്നത് കോടികളല്ല, പറന്നു പൊങ്ങി പൊട്ടിത്തകരുന്ന കുമിളകളാണ്. ഇന്നലെ നീ ആരായിരുന്നു, ഇന്ന് നീ ആരാണ് ഒക്കെ പോട്ടെ, മറ്റന്നാൾ നീ ആരാണാവോ, എന്തൊക്കെ ആയിരുന്നു വ്യാജ കാർഡ് ആയിട്ട് വന്നപ്പോൾ തുടങ്ങിയ പെർഫോമൻസ് ആയിരുന്നു. എന്നിട്ട് ഇപ്പോഴെന്തായി? ശവനായി പവനായി കോഴിക്കോട് ബീച്ചിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷഹനാസ് ഒരു പോസ്റ്റ് ഇട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പോസ്റ്റിന് താഴെയൊക്കെ അതിഭീകരമായ രൂക്ഷമായ കമന്റുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഈ ഷഹനാസുമായി ബന്ധപ്പെട്ട ഒരു IASന്റെ അല്ലെങ്കിൽ പണ്ടത്തെ ഷഹനാസിന് ഒരു IAS കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പൻ കോളേജിൽ വെച്ച് നടന്ന ഒരു പരിപാടിയുടെ ഫോട്ടോയൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു. ആ ഫോട്ടോയൊക്കെയാണ് എടുത്തിട്ടാണ് പലരും ഇപ്പോൾ ഷഹനാസിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കളിയാക്കലിന് പുറമെ ഷഹനാസ് ഇപ്പോൾ ഈ പറയുന്ന പോസ്റ്റിന് താഴെയും രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 4 മണിക്കൂർ മുമ്പാണ് ഒരു പാട്ട് സഹിതം വളരെ ചിരിച്ചുകൊണ്ട് ഈ കോഴിക്കോട് ബീച്ചിലിരിക്കുന്ന ഷഹനാസിന്റെ വീഡിയോ ഇപ്പോൾ പങ്കുവച്ചത്. ഇന്നലെ വ്യാജ IAS, ഇന്ന് വ്യാജ എഴുത്തുകാരി, മറ്റന്നാൾ വെറും ജയിൽ പുള്ളിയായി മാറാനുള്ള സാഹചര്യമുണ്ടെന്ന് പറയുന്നു. മറ്റന്നാൾ ഞാൻ IAS ഓഫീസർ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നു. ഇനി കുമിള പറപ്പിക്കാം, അതാ നല്ലത് എന്ന് പറയുന്നുണ്ട്. തുഫു എന്ന് പറഞ്ഞ് തുപ്പുന്നവരുണ്ട്, ഉള്ളിൽ സങ്കടമുണ്ടല്ലോ എന്ന് പറയുന്നവരുണ്ട്, എന്നും IAS മാത്രം എന്ന് പറയുന്നുണ്ട്. നീ നല്ലോണം ഊക്കലാണല്ലോ ഊക്കുന്നതെന്ന് പറയുന്നവരുമുണ്ട്. വ്യാജ IAS, വ്യാജ അതിജീവത, വ്യാജ കുമിള എന്നൊക്കെ പറയുന്നുണ്ട്.
റെഡിയാക്കി വെച്ചോളൂ അമ്മായി, പണി പാലും വെള്ളത്തിൽ വരുന്നുണ്ട്, ഇതുവരെ നിനക്കൊപ്പം ഉണ്ടായിരുന്ന കമ്മികൾ മിക്കവാറും തടി തപ്പും എന്ന് പറഞ്ഞുകൊണ്ട് പലരും കമന്റ് ഇടുന്നുണ്ട്. ഇന്ന് IAS ആണല്ലോ, അടുത്ത IPS എങ്ങാനും എടുക്കാനുള്ള ശ്രമമുണ്ടോ? 4 അല്ല, എപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അറിഞ്ഞു വ്യാജ IAS കാരിയെ. എന്തായാലും ഇനിയുള്ള കാലം ഇതുപോലെ വല്ല കടപ്പുറത്തും കുമിള വിട്ട് ജീവിക്കാം, പഴയ IAS അല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്. ഇപ്പോ കോഴിക്കോട് കളക്ടറാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്തായാലും ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നപ്പോൾ മനസ്സിലായി നിങ്ങളുടെ അറിവും വിവരവും എത്രത്തോളം ഉണ്ടെന്ന്. കാരണം ഈ ചർച്ചയിലെ ചന്ദ്ര സ്വഭാവം കാണിക്കുന്ന എഴുത്തുകാരി എന്ന് പറഞ്ഞുകൊണ്ട് രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനെതിരെയൊക്കെയാണ് സംസാരം ഉണ്ടായത്. എന്തായാലും ഷഹനാസിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്.